ഗൈസ് നമുക്കിനി ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രസ്സ് മാറിയിട്ട് വരാവേ. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഞാൻ ക്ലിയർ ആയിട്ട് കാട്ടിത്തരാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു അടിപൊളി പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. മാമഎർത്തിൻ്റെ വിറ്റാമിൻ സി ഫോമിംഗ് ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല. അപ്പോൾ ഞാൻ ഇത് ട്രെൻഡൊക്കെ കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. ഞാൻ ഫോൺ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫോമിംഗ് ഫേസ് വാഷ്, ഇത് വിറ്റാമിൻ സി ഫോമിംഗ് ഫേസ് വാഷ് വിത്ത് വിറ്റാമിൻ സി ആൻഡ് ഇ ടർമറിക്കിൻ്റെയാണ്. ഫോർ സ്കിൻ പിന്നെ ബ്രഷ് ഉണ്ടോ, നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു. ഞാൻ ഫേസ് കഴുകി കേട്ടോ. ഞാനായിരിക്കും വരുന്നത് പമ്പ്. നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാം. നമുക്ക് 2-3 മിനിറ്റ്സ് ഇത് ഇങ്ങനെ ഷോപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫേസിന് നല്ലതാണ്. ഞാനങ്ങനെ ആക്കിയിട്ടുണ്ട്. നമുക്ക് പോയി ഫേസ് കഴുകിയിട്ട് വരാം. ഞാൻ അങ്ങനെ ഫേസ് കഴുകി. അപ്പോൾ അത് തുടച്ച് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ബട്ട് ഇതൊരു 2-3 മിനിറ്റിന് ശേഷമാണ് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുക. 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഈ ഒരു പ്രൊഡക്റ്റ് മാമഎർത്തിൻ്റെ വെബ്സൈറ്റ് ആപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ബൈ 1 get 1 ഫ്രീ ഉണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് ഇനിയും നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് പോകാം. നമുക്ക് അറിയാൻ പറ്റും എൻ്റെ സ്കിന്നിൽ ടാനൊക്കെ കുറേ ദിവസമായിട്ട് ടാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇപ്പം നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഫേസ് കാണുമ്പോൾ അറിയാം. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ഗെറ്റ് റെഡി വിത്ത് മീയാണ്. ഗെറ്റ് റെഡി വിത്ത് അസാണ്. ഇപ്പോൾ ഞാൻ ഈ ക്യാമറയ്ക്കകത്ത് ഞാനിപ്പോൾ ആദ്യം ചെയ്യും, എന്നിട്ട് ഓൾ ചെയ്യും. എന്നിട്ട് ആദ്യം ഞാൻ ഹെയർ കെട്ടാൻ വെച്ചു. അപ്പോൾ ഞാൻ ഹെയറിന് വേണ്ട ആക്സസറീസ് ക്ലിപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1 മിനിറ്റ് ഞാൻ കുറച്ച് ക്ലിപ്പ് സ്ലൈഡ്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഗൈസ് നമുക്ക് ചെയ്തു സൈഡ് പഫാണ് ചെയ്യുന്നത്. ഗൈസ് ഞാൻ ഈ ഡ്രസ്സാട്ടോ ഇതിലിടുന്നത്, ബക്കിലിടുന്ന വരുന്നത് ഈ ഒരു ഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഹെയർ കെട്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചുറ്റി കെട്ടാണ്. എന്തായാലും നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇതാണ്. ഞാനിട്ട് എൻ്റെ കൂടെ വയ്ക്കുന്ന ആടെ വീഡിയോ ആണ് എടുക്കുന്നത്. അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുങ്ങുന്ന വീഡിയോ ആയിരിക്കും എടുക്കുന്നത്. ഞാൻ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യും. ഇതാണ് കേട്ടോ, ഞാൻ ഇങ്ങനെയാണ് കെട്ടിയെടുക്കുന്നത്. ഞാൻ അടുത്ത എൻ്റെ കൂടെ ഉള്ള ആളിൻ്റെ ആയിരിക്കും ചെയ്യുന്നത്. ഈ ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ എൻ്റെ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞു. അപ്പോൾ ഇനി എൻ്റെ കൂടെ ഇരുന്ന ആൾ റിയാന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിനി ആക്സസറീസായിട്ട് പ്രത്യേകിച്ചൊന്നും ഇടുന്നില്ല. ഒരു കമ്മലിടണം, അത് ലാസ്റ്റ് ആണ് കേട്ടോ. മേക്കപ്പൊന്നും ഇല്ല, എന്നാലും കണ്ണൊക്കെ എടുത്തിട്ട് നമ്മൾ അതൊക്കെ ഇടാം. ഓക്കെ അവളിപ്പോൾ വരും കേട്ടോ. ഗൈസ് ഇന്നലെ മൈലാഞ്ചി ഇട്ടതാ ഇതായിരുന്നു. പിന്നെ ഇട്ടത് ഈ ഒരു ഇത്
ഇപ്പോഴത്തെ കയ്യിലിട്ടത് ഇങ്ങനെയാണ് ഇട്ടത് പുറത്തിങ്ങനെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മൾ കുറേ ഓരോന്നായിട്ട് ഇടുന്നതായിരിക്കും. നമുക്കിനി ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീക്ക് ശേഷം ബാക്കിയുള്ളത് കാണിക്കാം. ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്നിട്ട് അവൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഗെറ്റ് റെഡി വിത്ത് അസ് എന്ന് വേണം പറയാം. അപ്പോൾ ഗൈസ് മറ്റേ ആൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, റിയാനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് അവളുടെയും കൂടെ കാണാം നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഈദ് മുബാറക്, ബക്രീദ് ആശംസകൾ. എന്താ പറയുക, എല്ലാവരും അടിച്ചു പൊളിക്കുക എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ മാമ എർത്തിൻ്റെ ആ ഫേസ് വാഷ്, അതായത് ഫോമിംഗ് ഫേസ് വാഷ് മാമ എർത്തിൻ്റെ വെബ്സൈറ്റിൽ കിട്ടും. അപ്പോൾ ആ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തായാലും ലിങ്ക് ഇടുന്നതായിരിക്കും. മാമ എർത്തിൻ്റെ ആപ്പിൽ കയറാനൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഫോമിംഗ് ഫേസ് വാഷ് അടിച്ചു കൊടുക്കുന്നതിന് മുന്നേ കിട്ടും. ഇപ്പോൾ ബൈ 1 get 1 ഫ്രീ ഉണ്ട്. ഇപ്പോൾ ബൈ 2 get 3 എന്താ പറയുക ഇതുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ലോ പ്രൈസാണ് എല്ലാത്തിനും, ബക്രീദിൻ്റെയും എല്ലാത്തിൻ്റെയും ആയതുകൊണ്ട് എല്ലാവരും കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് അവിടെ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ഇട്ടേക്കുന്നത്. എനിക്ക് എപ്പോഴും ഈ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് എപ്പോഴും ഇഷ്ടം. സോ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പം മൈലാഞ്ചിയൊക്കെ എന്തൊക്കെയോ കാണിച്ചേക്കുവാണ്. എന്താ അപ്പം നമുക്ക് മേക്കപ്പിലോട്ടാണ് കിടക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ബേബി പൗഡർ ഞാൻ കഴിഞ്ഞ ഒത്തിരി വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് ഈ ബേബി പൗഡർ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബേബി പൗഡർ ആക്കിയിട്ടുണ്ട്. എനിക്ക് ഞാനൊരു ഫൗണ്ടേഷൻ ഇടുവാണ്. ഫൗണ്ടേഷൻ ഇട്ട് കാണിക്കാം. ഫൗണ്ടേഷൻ ഇട്ടോളും നിങ്ങൾക്ക് ബേബി പൗഡർ ഇടാൻ പോവാണ്. ഇച്ചിരി എടുക്കുന്നതാണ് അതിട്ടിട്ട് കാണിക്കാം. ഇനി ഗൈസ് ഞങ്ങൾ ഫുള്ളായിട്ട് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. ഈ ഫുള്ള് ടോട്ടലായിട്ട് ഗെറ്റ് റെഡി ചെയ്തിട്ട് ഞങ്ങൾ കാണിക്കാം. ഇട്ടിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ് ഞാൻ റെഡിയായി. എനിക്ക് ആക്സസറീസിനോടൊന്നും വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ആക്സസറീസ് ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഞാനിത് ചുറ്റി കെട്ടിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഇതാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് പൗഡർ ഇട്ടു, ചെറുതായിട്ട് ദിവസം പൗഡർ ഇട്ടായിരുന്നു. ഐ ഷാഡോ ഇട്ടു, ഐലൈനർ എഴുതി, പിന്നെ ഒരു ലിപ് ബാം ഇട്ടു, പൊടിക്ക് ഇച്ചിരി ലിപ്സ്റ്റിക്കും ഇട്ടു, പിന്നെ ഇച്ചിരി കോമ്പാക്റ്റ് ഇട്ടു. പിന്നെ ഇത്രയേ ഉള്ളു. ദെൻ ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. സോ എനിക്ക് അങ്ങനെ അക്സസറീസിനോട് ഒരു താല്പര്യമില്ല. ഇത് ഇങ്ങനെ പഫൊക്കെ ചെയ്തേക്കുന്നുണ്ട്, ഇത് ചെയ്ത് ശരിയാവില്ല. അപ്പോൾ ഗൈസ് ഞാൻ ലാഷ് ഓൾ അയച്ചിട്ട് സാധാരണ ഇവിടെ കാട്ടിത്തരാം. ഇതാണ് ഗൈസ് എൻ്റെ ലാസ്റ്റ് ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്, ലാസ്റ്റ് ഔട്ട്ഫിറ്റ് ഇതാണ്. അപ്പം അടുത്ത് ഗെറ്റ് റെഡി വിത്ത് മീ അല്ലെങ്കിൽ ഗെറ്റ് റെഡി വിത്ത് ആസുമായിട്ട് എന്താ പറയുക അടുത്ത ദിവസം വരാം. മറ്റേറ്റാ ഇതിനിടയ്ക്ക് ചെറിയ ദിവസം ഉണ്ടായി. ഫൗണ്ടേഷൻ ഇടാമെന്ന് ഇവിടെ പറഞ്ഞില്ലേ, ഓള് പറഞ്ഞ ഫൗണ്ടേഷൻ നിൽക്കിയതാ ഇവിടെ കാട്ടിത്തരാം. ഓടെ ഡ്രസ്സിലായി, താഴെയായി, പിന്നെ അതേ കട്ടിലേലും കുറേയൊക്കെ ആയി. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. എൻ്റെ ഡ്രസ്സ് ഫുള്ളായിരുന്നു. അത് നനഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ പോയി കഴുകിയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനിയുള്ളത് ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു. ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു നമ്മുടെ. ഗെറ്റ് റെഡി വിത്ത് അസ്. എനിക്ക് ആക്സസറീസ് ഒന്നും ഇഷ്ടമല്ല. അവൾ പക്ഷേ കമ്മലിട്ടേക്കൊണ്ട് എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് കമ്മൽ ഞാൻ ഇട്ടാം. അപ്പം അത്രയുള്ളൂ. ദെൻ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചിക്കൻ ക്യാരമിൽ ആരാ ചേച്ചേ പറയൂ. ചുമ്മാ ഉട്ടായ്പ എടുക്കാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അടുത്ത കളിക്കാൻ പോകുന്നത് ക്യാച്ച് ആൻഡ് ക്യാച്ച്. അപ്പോൾ ഗൈസ് കളിയിലേക്ക് പോവാം.
വിവോ. 3 മിനിറ്റേ ഉള്ളേ. ഫൗൾ. ഔട്ട്. ഔട്ട് 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 ഔട്ട്. അടുത്ത ആള് കേറിക്കോ 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 കേറിക്കോ. ഓക്കെ 3, 2, 1 സ്റ്റാർട്ട്. ത്രീ ചാൻസസേ ഉള്ളേ. താത്തി ഓക്കെ. നെക്സ്റ്റ് ഏതാ കളിക്കാൻ പോന്നെ പറയൂ. ഓക്കെ ഗൈസ് എന്തുവാ പാസ് ആൻഡ് പാസിൽ റിയാന ജയിച്ചു. ഞാൻ കളിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ജയിക്കാൻ, അല്ല ഞാനേ ജയിക്കുന്നുള്ളൂ. അപ്പോൾ ഗൈസ് കളിക്കാം. പറ ക്യാമറ കാണിച്ചു കൊടുക്കാം. ഫസ്റ്റ് ലെവൽ ഈസ് കം. വീണില്ല. അപ്പൊ ഗൈസ് അടുത്തറിയാനാണ്. അടുത്ത സയാനാട്ടോ. ഞാൻ 3ാമത്തേന് സ്കെച്ച് വീണില്ല. മാറ് പോയില്ല. അവർ രണ്ടിലാണ് ഇപ്പൊ. ശരിയാ. പോയി ഒന്നാമത് തന്നെ ടൈക്കാണ്. മതി. ചെക്കിൻ്റെ അകത്ത് ഞാൻ ജയിച്ചു. ഇനി അടുത്ത് നമ്മൾ ഹൈഡ് ആൻഡ് സീക്കാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പോകുന്നത്. നമ്മുടെ റൂള് പറയാം. റൂൾ എന്താന്ന് വെച്ചാൽ ബാത്റൂമിൽ ഒളിക്കാൻ പാടില്ല, അലമാരിയുടെ ഉള്ളിൽ ഒളിക്കാൻ പാടില്ല. അകത്താ ഓക്കെ. വെളിയിൽ കളിക്കാം. വെളിയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വെളിയിൽ കളിക്കാം. നട്ടാപ്പൊരു വെയിലാണ്, ബട്ട് കളിക്കാം. വെളി കളിക്കാം. അവിടെ ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. വേറെ കുറേ നമുക്ക് വെളിയിൽ കളിക്കാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ വെളിയിലാണ് കളിക്കുന്നത്. അപ്പോൾ റൂള് പറയട്ടെ. ഒന്നാമത്തേത് പാത്തിയപ്പിന് ശേഷം തുണപ്പിടുത്തം കളിക്കാം. ഒന്നാമത്തെ റൂള് ചെരുപ്പിട്ട് വരയ്ക്കല്ലേ. ഒന്നാമത്തെ റൂൾ എന്താന്ന് വെച്ചാൽ മതിലിൻ്റെ അപ്പുറത്ത് പോലും മതിലിൻ്റെ അപ്പുറത്ത് പോകരുത്. ആ മതിലിൻ്റെ അപ്പുറത്ത് പോകരുത്. പിന്നെ ബാക്കിൽ ടെറസിൻ്റെ മുകളിലൊന്നും പോകാൻ പാടില്ല. പോകാൻ പാടില്ലേ. പിന്നെ ഇവിടെ പോലെ പിന്നെ അവിടെ ചേരുണ്ട്, അതുകൊണ്ടാണ് അവിടെ പോരുത്. അവിടെ ഇവിടെ സൂപ്പർ മാർക്കറ്റിന് അവിടെ ഞാൻ കണ്ട്. എൻ്റെ കാലിൻ്റെ കീഴിൽ കൂടെ അഴിഞ്ഞു പോയെ. പിന്നെ ഉള്ളത് പിന്നെ ഞങ്ങളുടെ ബാക്കിൽ മറ്റേ ഇതിൻ്റെ അവിടെ ഒരു വലിയ കുഴിയുണ്ട്, വീണ അറിയത്തില്ല, അതുകൊണ്ട് അവിടെ ഇല്ല. ബാക്കി
ഈ ഒരു ഫുൾ ഏരിയ ഉണ്ട്. ബാക്കി വേണോ? ആ അമ്മൂമ്മയുടെ വീട് ഫുള്ളുണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റ് ഇല്ല. പിന്നെ ശംഭുചേട്ടൻ്റെ അങ്ങ് ആ മതിലുണ്ട്. ആ ഗേറ്റിൻ്റെ ആ ഒരു ഭാഗമുണ്ട്. അപ്പം ഗസ്റ്റ് റൂൾ ഇതാണ്. നിക്ക് ആരാന്ന് എണ്ണി തിരിക്കട്ടെ. बेटे 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 करना कुछ के गाना जो गंदा गाएगा उन्हें मिले खा खा चाड़े का डी बा यहाँ पे बेटे 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 करना कुछ के गाना जो गंदा गाएगा उन्हें मिले കേസ് അങ്ങനെ ഞങ്ങൾ സാറ്റ് കളിച്ചു. പിന്നെ തൂണെ പിടുത്ത കളി കളിച്ചു. പിന്നെ സാറ്റ് കളിച്ചു, ചെക്ക് കളിച്ചു. അങ്ങനെ കുറേ കളികളൊക്കെ കളിച്ചു. ഇപ്പോൾ ഇത് ടയേർഡായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ഫുഡ് കഴിക്കാൻ സമയം ആയില്ല കേട്ടോ. 12:43 ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കളിച്ച ഗെയിംസ് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ക്യാച്ച് ആൻഡ് കേസ് കളിച്ചിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും കളിച്ചില്ല. പിന്നെ കുറച്ച് നേരം പിന്നെ ഞങ്ങൾ ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ കുറച്ചൊക്കെ കളിച്ചു. ഇപ്പം ഇപ്പോഴാണ് എടുത്തതെന്ന് വെച്ചാൽ ഫുൾ ടയർഡായി കളിച്ച് പിന്നെ ഇച്ചിരി ഫോൺ കോളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയായി. ഇപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അതിന് സമയമായില്ല. അപ്പോഴത്തേക്ക് കാണാം. അപ്പോൾ അതേ ഒരു ക്യാച്ച് ആൻഡ് ക്യാച്ചൊക്കെ കളിക്കാണ്. അപ്പോൾ ഞാൻ ചെല്ലട്ടെ. ബൈ.